سديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعظموا شعائر الله ومن يعظم شعائر الله فإنها من تقوى القلوب. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: من أحبني كان معي في الجنة. والصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي يدركني. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, കരളിന്റെ കെട്ടുകളായ മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാർ, ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം പ്രസംഗിക്കാമെന്ന് പറഞ്ഞിരുന്നത്. എങ്കിലും ആദ്യമായി തന്നെ പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് രണ്ട് വാക്ക് പറയുന്നു. ഇൻഷാ അല്ലാഹ് സുദീർഘമായ ഒരു പ്രസംഗം ഈ 4-ാം തീയതി മഗ്രിബിന് ശേഷം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കുമെന്ന് നിങ്ങളെ അറിയിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു: വഅള്ളിമു ശആഇറല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ അടയാളങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കളെ നിങ്ങൾ ബഹുമാനിക്കണം. വമൻ യുഅള്ളിം ശആഇറല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ച ആദരിച്ച വസ്തുവിനെ ആരെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള യഥാർത്ഥ തഖ്വയിൽപ്പെട്ടതാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിന്റെ ഷിആർ, അടയാളം എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഷിആർ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, മുർസലുകൾ അവരാണ്. 1,24,000 അല്ലെങ്കിൽ 2,24,000 വരുന്ന അമ്പിയ മുർസലുകൾ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ റസൂലും നബിയും അബുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ്. അവിടെ മുതൽ ഖാതിമുൽ അംബിയാ, അവസാനത്തെ നബിയായ അവസാനത്തെ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി അവസാനിക്കുന്ന
2,24,000 പരം വരുന്ന അംബിയ മുർസലുകൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മഹത്വങ്ങൾ ഉള്ള പലതും എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. മഹത്വം, ബഹുമാനം, ശ്രേഷ്ഠത ഉള്ള വിവിധ വസ്തുക്കളെ അല്ലാഹു എടുത്ത് സത്യം ചെയ്ത് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ വിധത്തിലുള്ള മഹത്വം ആണ്. ചിലത് ആന്തരികമായ മഹത്വമുള്ളത്, മറ്റു ചിലത് ജനങ്ങൾക്ക് ഭൗതികമായ നേട്ടം ഉള്ളത്, മറ്റു ചിലത് ഭൗതികവും പാരത്രികവുമായ നേട്ടമുള്ളത്. ഇങ്ങനെ പലതിനെയും അല്ലാഹു തആല എടുത്ത് സത്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് വൽ അസ്ർ, സമയം അല്ലാഹു തആല സത്യം ചെയ്തു. സമയത്തെ തന്നെ സത്യം. കാരണം സമയം വളരെ വില പിടിച്ചതാണ്. വളരെ വില പിടിച്ചതാണ് സമയം. നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞുകൊണ്ട് സമയത്തെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തു. അങ്ങനെ എല്ലാം സത്യം ചെയ്തുവെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. ഒരു നബിയെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. ഒരു റസൂലിനെ കൊണ്ട് സത്യം ചെയ്തിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒഴികെ, നബിതങ്ങൾ ഒഴികെ മറ്റൊരു നബിയെ കൊണ്ടും ഒരു റസൂലിനെ കൊണ്ടും അല്ലാഹു സത്യം ചെയ്തിട്ടില്ല. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹു സത്യം ചെയ്യുന്നു. ലഅംറു ഇന്നഹും ലഫീ ശറഫാക്കപ്പെട്ട ജസദ്, അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരം, അതുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു നബിയേ. ഹബീബായ നബി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം കൊണ്ട് സത്യം ചെയ്യുന്നു. അതിൽ എല്ലാം പെട്ടു. ശഅർ പെട്ടു, മറ്റെല്ലാം പെട്ടു. എന്നാൽ ശഅർ കൊണ്ടും മുഖം കൊണ്ടും പ്രത്യേകമായി സത്യം ചെയ്തിട്ടുണ്ടോ എന്ന് ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് തങ്ങളോട് ഒരു ചോദ്യം. വല്ലഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന സൂറത്തിന്റെ തഫ്സീറിൽ ഇമാം ഫഖ്റുദ്ദീൻ റാസിയുടെ തഫ്സീറുൽ കബീർ നോക്കിയാൽ കാണാം ഒരു ചോദ്യം. വല്ലഹാ എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖവും, വല്ലൈലി എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശഅർ മുബാറക്കും ഉദ്ദേശമാണെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി പറയുന്നു, നഅം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വല്ലഹാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി. ഓ ഹബീബായ നബിയേ, അവിടെ ഒരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് കടന്നാൽ അവിടെ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അത്രയും പ്രശോഭിതമായ മുഖമാണ് നബിയെ തങ്ങളുടെ മുഖം. അതാണ് വല്ലുഹാ, രാവിലെ പ്രഭാത സമയത്ത് സൂര്യനുദിച്ച് 8-9 മണിയാകുമ്പോൾ ഉണ്ടാകുന്ന വെളിച്ചം പോലെ ലോകത്ത് മുഴുവനും അടിച്ചു വീശുന്ന പ്രകാശമുള്ള മുഖം റസൂലുള്ളാഹിന്റെ മുഖത്തെ തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ,
അല്ലാഹുവിന്റെ ഹബീബിന്റെ തലയിലുള്ള ഏറ്റവും കറുപ്പുള്ള ഭംഗിയുള്ള ആ ശഅർ മുബാറക്ക് തന്നെ സത്യം. മുടിയെ കൊണ്ട് സത്യം ചെയ്തു, മുഖം കൊണ്ട് സത്യം ചെയ്തു. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ ഇങ്ങനെ ധാരാളം മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഇമാം ഫഖ്റുദ്ദീനുൽ റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ അവിടുത്തെ ശഅർ മുബാറക്ക് കളഞ്ഞു. ഹുദൈബിയ സന്ധി എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ മക്ക മുശ്രിക്കുകൾ തടഞ്ഞു. അവസാനം ബൈഅത്ത് ചെയ്ത് ഉടമ്പടി ചെയ്ത് അടുത്ത കൊല്ലം വരാമെന്ന് സമ്മതിച്ച് മടങ്ങിപ്പോകുമ്പോൾ ഉംറ കൊണ്ട് ഇഹ്റാം ചെയ്ത് ആകയാൽ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവണം. അതിനുവേണ്ടി മുടി കളഞ്ഞു. എവിടെ വെച്ച്? ഹുദൈബിയയിൽ വെച്ച് മുടി കളഞ്ഞു. ആ കളഞ്ഞ മുടി ഒരു മരത്തിന്റെ കഷ്ണത്തിന്റെ മുകളിൽ വെച്ചപ്പോൾ ആ മുടി മുഴുവനും സഹാബത്ത് എടുത്തു. അവര് ഓഹരി ചെയ്തെടുത്തു. സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ഹുദൈബിയ സന്ധിയിൽ രണ്ടാമതായി അടുത്ത കൊല്ലം ഉംറക്ക് വരുന്നു. ആ സമയത്ത് ഉംറ ചെയ്തതിന് ശേഷം തഹല്ലുലിന് വേണ്ടി അവിടുത്തെ ശഅർ വീണ്ടും കളയുന്നു. അതും സഹാബത്ത് കൈവശപ്പെടുത്തി. മൂന്നാമതായി ജിഅ്റാനത്ത് എന്ന സ്ഥലത്ത് പോയി ഉംറ ചെയ്തു. ആ ഉംറ ചെയ്ത് മടങ്ങി വന്നപ്പോൾ അവിടുത്തെ തലയിലെ മുടി വെട്ടിക്കുകയാണ് ചെയ്തത്. ഉംറ ചെയ്യുന്നവർക്ക് മുടി വെട്ടിയാലും മതിയെന്ന് മനസ്സിലാക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ തലമുടി വെട്ടിച്ചു. ആ മുടിയും സഹാബത്ത് കൈവശപ്പെടുത്തി, സഹാബത്ത് സൂക്ഷിച്ചു. നാലാമതായി ഹജ്ജത്തുൽ വദാഇൽ, അതാ ജനലക്ഷത്തിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബ് 1,40,000-ത്തിലധികം വരുന്ന സഹാബികളെ മുമ്പിൽ മുടി കളയിച്ചുകൊണ്ട് ആദ്യമായി വലഭാഗത്തെ മുടിയങ്ങ് കളയിച്ചു. ആ കളഞ്ഞ മുടി അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അതാണ് ഖസ്റജ്. ഇതിനെപ്പറ്റി നേരത്തെ പറഞ്ഞല്ലോ. ഖസ്റജ് ഇന്ന് ലോകത്തുള്ള അൻസാറുകളുടെ സംഘടനയുടെ പ്രസിഡന്റാണ്. അദ്ദേഹം അൻസാരിയിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഉപ്പാപ്പയായ അബൂ തൽഹത്തുൽ അൻസാരിയുടെ കൈവശത്തിൽ വലഭാഗത്തെ മുടി കൊടുത്തു. രണ്ടാമതായി തലന്റെ നേരെ മധ്യത്തിലുള്ള മുടി കളയാനൊരുങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, അഅ്തിനീ നാസിയതക യാ റസൂലല്ലാഹ്, അവിടത്തെ തലന്റെ മുതുവിലുള്ള ആ നെറുവന്തലയിലുള്ള മുടി എനിക്ക് തരണം. അത് കളഞ്ഞിട്ട് അതാ ഖാലിദ് ഇബ്നുൽ വലീദിന് കൊടുത്തു. ആ മുടിയായിരുന്നു ഖാലിദ് ഇബ്നുൽ വലീദ് പടത്തൊപ്പിയുടെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിക്കുകയും ആ തൊപ്പി വെച്ചുകൊണ്ട് യുദ്ധം ചെയ്തതുകൊണ്ട് അസ്സൈഫുൽ മസ്ലൂൽ എന്ന പേര് ലഭിച്ചു. ഒരൊറ്റ യുദ്ധത്തിലും പരാജയപ്പെടാതിരുന്നത്. അങ്ങനെ മൂന്നാമതായി ഇടഭാഗത്തെ മുടി കളയുമ്പോൾ ആ മുടിയും കളഞ്ഞുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് പറയുന്നു, ഈ ഇടഭാഗത്തെ മുടി ഇപ്പോൾ തന്നെ നീ ഇവിടെ ഓഹരിച്ചു നിൽക്കേ. ആദ്യമായി ഇടഭാഗത്തെ മുടി ഹജ്ജത്തുൽ 1,40,000-ത്തിൽ പരം വരുന്ന സഹാബികൾക്ക് ഓഹരി ചെയ്തു കൊടുത്തു. അതുപോലെ മധ്യത്തിലുള്ള മുടി മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സൂക്ഷിച്ചു. വലഭാഗത്തുള്ള മുടിയും പിന്നീട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങൾ ഓഹരി ചെയ്തു കൊടുത്തു. അതിൽപ്പെട്ടതാണ് നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഏതാനും ഷെയറുകൾ ഉണ്ടായിരുന്നു. രോഗികൾ വരുമ്പോൾ ആ ഷെയർ എടുത്ത് വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നു എന്ന് സഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം.
കെട്ടുകഥയും നോവലും അല്ല. അങ്ങനെ സഹോദരങ്ങളെ ലോകത്തെല്ലാമുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഞാനിപ്പോൾ ഓർക്കുകയാണ്, നമ്മുടെ മർഹൂം 6 മരക്കാർ ഹാജിയെ ഓർക്കുകയാണ്. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ ഞാൻ പഠിച്ചു. 1963 ഡിസംബർ 30 അവിടെ നിന്ന് സനദ് വാങ്ങി, സർട്ടിഫിക്കറ്റ് വാങ്ങി ഞാൻ ഇവിടെ വന്നു. മങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ ദർസ് ഏറ്റെടുത്തു. ഒരു ദിവസം 6 മരക്കാർ ഹാജിയുമായി ഇങ്ങനെ സംസാരിക്കുമ്പോ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിലെ ഷേർ മുബാറക്കിട്ട് വെള്ളം കൊടുക്കുന്ന പതിവുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ഞമ്മക്കൊന്ന് പോകണം, ഒന്ന് കാണണം, നീ എന്നെ കൊണ്ടുപോകണോ. അങ്ങനെ പോകാനൊരുങ്ങി. മരക്കാർ ഹാജിയുടെ ചവർലെറ്റ് കാറിൽ വെല്ലൂരിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോ ചില ആളുകൾ പറഞ്ഞു, അത് വേണ്ട, കാറിന് പോകണ്ട, കാരണം വളരെ ദൂരമുണ്ട്. മാത്രമല്ല മരക്കാർ ഹാജിയുടെ ആ പ്രൗഢിയും ഇതൊക്കെ കാണുമ്പോ ശത്രുക്കളും പല ആളുകളും കള്ളന്മാരൊക്കെ വഴിക്കലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പോകണ്ട, കാറിൽ പോകണ്ട, ട്രെയിനിന് പോവുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മരക്കാർ ഹാജിയും വേറെ കുറെ ആളുകളും കൂടി ട്രെയിൻ ബുക്ക് ചെയ്ത് അങ്ങനെ കാട്ടുപാടിയിൽ ഇറങ്ങി അവിടെ നിന്ന് കാറ് പിടിച്ചുകൊണ്ട് ബാഖിയാത്തു സ്വാലിഹാത്തിൽ പോയി. അപ്പോ അദ്ദേഹത്തിന്റെ മകൻ NR ഇമ്മിച്ചി മൊയ്തീൻ ഹാജിയും ഉണ്ട് കൂടെ. അന്നാണ് എനിക്ക് ഈ ബാത്തച്ചാച്ചട് എന്നുള്ള ഉള്ളു കിട്ടിയത്. വെല്ലൂർ ചെന്നിട്ട് ഹോട്ടലിൽ കയറിയിട്ട് മിച്ചു മൊയ്തീൻ ഹാജി ബാത്ത് അച്ചാച്ചട് ഹോട്ടൽ റൂമുണ്ടോ എന്ന് ചോദിച്ചു. ഞാനെന്നാണ് കേട്ടതെന്ന് പറയാം. അന്ന് ബാത്ത് അറ്റാച്ചഡ് റൂമുള്ള ഹോട്ടൽ നോക്കുമ്പോ കാണുന്നില്ല, വളരെ കുറവാണെന്ന്. ഏതായാലും അവസാനം ഒരു ഹോട്ടൽ കിട്ടി, ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടൽ കിട്ടി. അവിടെ താമസിച്ച് അവിടെ നിന്ന് ബാഖിയാത്തു സ്വാലിഹത്തിൽ പോയി. റബീഉൽ അവ്വൽ 12 അന്ന് അവിടെ ഷേർ മുബാറക്ക് വെള്ളത്തിലിട്ട് കൊടുക്കുന്നത് കാണുകയും ആ വെള്ളം വാങ്ങി മരക്കാർ ഹാജിയും ഇമ്പിച്ചി മൊയ്തീൻ ഹാജിയും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോ മരക്കാർ ഹാജി പറഞ്ഞു, നമ്മൾ ഏതായാലും ഇവിടെ വന്നല്ലോ, ഈ കുട്ടികൾക്കെന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് പറഞ്ഞ് ബാഖിയാത്തു സ്വാലിഹാത്തിലെ മുഴുവൻ കുട്ടികൾക്കും ബിരിയാണി വെപ്പിച്ച് കൊടുത്തു. അന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ലോകത്ത് മുഴുവനും ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, മുഹിബ്ബീങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷേർ മുബാറക്ക് അത് വെള്ളത്തിലിട്ട് കൊടുക്കുന്ന പതിവും അത് കുടിക്കുന്ന പതിവും ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ബോംബെ സക്കരിയ മസ്ജിദ് എന്ന ഒരു മസ്ജിദ് ഉണ്ട്. ബോംബെയിലെ ഏറ്റവും വലിയ ജുമാഅത്ത് പള്ളിയാണ്. ആ ജുമാഅത്ത് പള്ളിയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ വലിയ ആഘോഷത്തോടുകൂടി ഷേർ മുബാറക്കിന്റെ വെള്ളം വിതരണം ചെയ്യാറുണ്ട്, പ്രദർശനത്തിന് വെക്കാറുണ്ട്. അത് എനിക്ക് എവിടെ നിന്ന് ഷേർ മുബാറക്ക് കിട്ടിയോ അവിടെ നിന്ന് തന്നെയാണ് ആ സക്കരിയ മസ്ജിദിലുള്ള ഷേർ മുബാറക്കും ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾ പോയി നോക്കൂ, 10,000 ആളുകളും 100 ആലിമീങ്ങളും സക്കരിയ മസ്ജിദിൽ റബീഉൽ അവ്വൽ 12 വരാറുണ്ട്. അങ്ങനെ ലോകത്തെല്ലാം ഉള്ളതാണ്. നാഗൂർ ഷരീഫ് ഒരു സ്ഥലമുണ്ട്. നാം സിയാറത്തിന് പോകുന്ന നാഗൂരല്ല, ജോധ്പൂർ ജയ്പൂരിനടുത്ത് നാഗൂർ ഷരീഫ് ഉണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ 2ാമത്തെ ഖലീഫയായ ഹമീദുദ്ദീൻ നാഗൂരി എന്ന മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെ മഖാം ഒന്നുമില്ല, ഒരു മരത്തിന്റെ ചുവട്ടിലാണ് അവരിരുന്നത്. ആ മരം ഇപ്പോഴുണ്ട്, 100 കൊല്ലമായിട്ട് ആ മരം ഇങ്ങനെ കെട്ടിപ്പടച്ചിട്ടുണ്ട്. അതിന്റെ ചുവട്ടിലാണ് അവിടുത്തെ ഖബറുള്ളത്. ആ നാഗൂർ ഷരീഫിലും ഷേർ മുബാറക്ക് ഉണ്ട്. അങ്ങ് പല സ്ഥലങ്ങളിലും ഉലമാക്കളും ഔലിയാക്കളും സാലിഹീങ്ങളും അത് ഉപയോഗിക്കുകയും വിതരണം നടത്തുകയും ചെയ്യാറുണ്ട്. ആ നിലക്ക് നേരത്തെ ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് കോയ തങ്ങൾ പറഞ്ഞതുപോലെ മഹാനായ സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മർകസ് സഖാഫത്ത് സുന്നിയ അന്നും ഇന്നും നടക്കുന്നത്. യാതൊരു സംശയവും ഇല്ല. നിങ്ങൾ നോക്കൂ, ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്.
മർക്കസ് സ്ഥാപിച്ച സ്ഥലത്ത് നമുക്ക് ആ ഭൂമി വേണം, ഈ ഭൂമി വേണം എന്നിങ്ങനെ പറയുമ്പോ അത് നിനക്ക് കിട്ടും, ഇത് നിനക്ക് കിട്ടും, ഇത് നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഓരോ ഭൂമിയിലേക്കും ചൂണ്ടിക്കാണിച്ചു തന്നു. ആ ഭൂമികൾ മുഴുവനും മർക്കസിന് ലഭിച്ചു. വേറെ ഒരു സ്ഥലം ഉണ്ട്, ആ സ്ഥലം വളരെ ആവശ്യപ്പെട്ട സ്ഥലമാണ്. ഞാൻ 10-ലധികം പ്രാവശ്യം പറഞ്ഞു അത് നമുക്ക് കിട്ടണം. ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, ഇപ്പോൾ വേണ്ട, പിന്നീട് വേണ്ടതുപോലെ വരും എന്ന് പറഞ്ഞു. ഇന്ന് വരെ ഞമ്മക്ക് ആ ഭൂമി കിട്ടിയിട്ടില്ല. മർക്കസിലേക്ക് അങ്ങോട്ട് കടക്കുന്ന വഴിക്കലുള്ള വീട് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ബാക്കി അവിടുന്ന് ചൂണ്ടിക്കാണിച്ചെന്നതെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ നിരക്ക് ഹയാത്ത് കാലത്തും മൗത്തിന് ശേഷവും അവിടുത്തെ നിയന്ത്രണം ഉണ്ട്. ആ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇതും ലഭിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് വളരെ സത്യസന്ധമായി ലഭിച്ചതാണ്, വളരെ സന്തോഷത്തിൽ ലഭിച്ചതാണ്. മർക്കസ് തഖാഫത്ത് സിന്ധ്യയിൽ 2 പ്രാവശ്യം ലഭിച്ചു. രണ്ടാമത്തേത് ലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നു, ആദ്യത്തേത് അല്ലാതെ തന്നു. ഏതായിരുന്നാലും ഇത് വളരെ സത്യസന്ധമായി കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നാം വിശ്വസിക്കുന്നു. ഇതിനാരെങ്കിലും അസൂയ വെക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങളെ ഈമാൻ തെറ്റിപ്പോകും, ഈമാൻ തെറ്റിപ്പോകും. ഇവിടെ പ്രസംഗിക്കുന്നതിന് പേടിയൊന്നും ആർക്കില്ല. ഇവിടുന്ന് പ്രസംഗിച്ച പോലെ ഇവിടെ വയന്ന് പറയാൻ നടത്തല്ല എന്ന് ഞാൻ ഒരാളോട് വിളിച്ചു പറഞ്ഞോളൂ. ആലിയാജിനോട് വിളിച്ചു പറഞ്ഞു. എന്നോട് MLA മോയിൻകുട്ടി സാഹിബ് വിളിച്ചു പറഞ്ഞു, പൂനൂർ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, വേറെ എന്തോ ആവശ്യത്തിന് വിളിച്ചതാ. അപ്പൊ അയാൾ പറഞ്ഞു പൂനൂർ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ പൂനൂരല്ല, അവേലത്ത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിനോട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുസ്ലിം സമുദായം തമ്മിൽ അടിക്കേണ്ട സമയമല്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട സമയമല്ല. അവര് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും പറയേണ്ടി വരും. അതുകൊണ്ട് അത് നിർത്തലായിരിക്കും നല്ലത് എന്ന് നിങ്ങൾ പറഞ്ഞേക്കൂ. നടത്തിയത് കൊണ്ട് ഞങ്ങൾക്കൊന്നും വരാനില്ല എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ കണ്ടത് ഈ ആര്യാജ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആര്യാജി പറയുന്നത്, എനിക്കിപ്പോ പണ്ടത്തെ ആ സ്ഥാനമൊന്നുമില്ല, ഒരു വിമതനായിട്ടാണ് എന്നെ അവരൊക്കെ കണക്കാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കൂലാണ്. പിന്നെ അയാൾ ഇവിടുത്തെ സ്റ്റേജിൽ അയാളെ കണ്ടതെന്നാ പറയുന്നത്, ഞാൻ കണ്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പേടിയല്ല. ഞങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഭിന്നിക്കരുതെന്നും ഈ രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ കലഹിക്കരുതെന്നും ജനങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നും മനുഷ്യന്റെ ഈമാൻ തെറ്റിപ്പോകരുതെന്ന് പ്രത്യേകിച്ചും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഅറിനെ സംബന്ധിച്ച ഒരു ചെറിയ നിസ്സാരത ഒരു ഈമാനുള്ള മനുഷ്യന്റെ കൽബിൽ കടന്നുപോയാൽ അവന്റെ ഈമാൻ തെറ്റിപ്പോകും. അത് തെറ്റിപ്പോകരുത് എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആവശ്യമോ എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ അവസാനം പറയണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 4-ാം തീയതി ഞാൻ ഇൻഷാ അല്ലാഹ് കോഴിക്കോട്ട് വെച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. വേറെയും ആലിമ്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ സമസ്തയുടെ ഉപാധ്യക്ഷൻ, ഏറ്റവും വലിയ മാഹിറായ പ്രഗത്ഭരായ പണ്ഡിതനാണ്. ഞങ്ങളെപ്പോലെ പ്രസംഗിക്കാൻ പോലെ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ആ നാടൻ ശൈലിയിൽ വളരെ കനപ്പെട്ട ഉപദേശം മഹാനായ സുലൈമാൻ ഉസ്താദ് നിങ്ങളോട് നടത്തി. പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം തന്നെ അത് കുടിച്ചിട്ടുണ്ടെന്നും ഉമ്മക്ക് ആ സക്രാത്തിൽ കിടക്കുന്ന സമയത്ത് കുടിക്കാൻ കൊടുത്തു എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കളവ് പറയില്ല, സത്യമാണ് പറയുന്നത് എന്ന് ഞങ്ങളുടെ ആളുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് നിങ്ങളെയും കേൾപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉലമാക്കളെല്ലാം നിങ്ങളോട് സംസാരിച്ചു. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. എന്നെന്തല്ലോ ആരോപണങ്ങൾ ഇങ്ങനെ പള്ളിന്റെ വീഡിയോ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് ഈ പള്ളിയിൽ 65 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ടാ നമ്മൾ പള്ളി രണ്ടാമത് നന്നാക്കിയത്. നന്നാക്കിയിട്ട് പോലും അതിന്റെ മുറ്റത്തൊരു വീടി ഉണ്ടായിട്ട് ഇപ്പുറത്തൊക്കെ ഉണ്ടായിട്ട് പൈസ കൊടുക്കാണ്ട് ഞങ്ങൾ ഒഴിഞ്ഞിടൂല എന്ന് പറഞ്ഞു. അക്കൂട്ടരാപ്പത് എഴുതി കൊടുത്ത് പ്രസംഗിപ്പിക്കുന്നത്.
1,20,000 ഉറുപ്പിക കൊടുത്തിട്ടാണ് പള്ളിന്റെ ഈ ഭാഗത്തുള്ള പീടിക ഞങ്ങൾ ഒഴിപ്പിച്ചത്. അത് ഞാനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പീടിയന്റെ മുറിയുണ്ടാക്കി അങ്ങേ ഭാഗത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്തു. പള്ളിയുടെ കോണി, പള്ളിയുടെ ഹൗസ്, അതെല്ലാം ഞാൻ പൈസ കൊടുത്തു വാങ്ങിയ, കാശ് കൊടുത്തു വാങ്ങിയ സ്ഥലത്താണ് നീട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ അത് ഒപ്പ് ചെയ്തു. അത് ഒരാൾക്കും അധികാരമില്ല. മറ്റുള്ള പീടിക മർക്കസു തഖാഫത്തി സുന്നിയയുടേതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിട്ട് അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വേണ്ടാത്ത കളവുകൾ പറഞ്ഞ് ഉണ്ടാക്കി ജനങ്ങളെ ഈമാനെന്തിന് തെറ്റിക്കണം? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ശർറിൽ നിന്ന് മുഅ്മിനീങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അർഹമർ റഹീമായ അല്ലാഹ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങളെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ച സ്വാഗത സംഘത്തിനും വളണ്ടിയർമാർക്കും അതിന് നേതൃത്വം വഹിച്ച സയ്യിദന്മാർ അവയലത്ത് തങ്ങളുടെ മക്കൾ, ബഹുമാനപ്പെട്ട തങ്ങൾ, മതാഹിതകളും ഭാവത്തങ്ങളും അവർക്കെല്ലാവർക്കും അവരുടെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളോട് സഹകരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും ഈ കാണുന്ന പീടിക ഇന്ന് വലിയ കച്ചവടം കിട്ടുന്ന സ്ഥലമാണ്. അത് അടച്ചുപൂട്ടി ഉച്ച മുതൽക്ക് ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നു. അല്ലാഹുവേ, അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. നേരത്തെ അങ്ങാടിയിൽ മുഴുവനും വാഹനങ്ങളാണ്, ലോറിയും അതുപോലെ പിക്കപ്പും മറ്റ് ജീപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. മഗ്‌രിബിന്റെ മുമ്പ് ഞാനിതിലെങ്ങനെ പോകുമ്പോ എനിക്കെന്നെ വല്ലാത്ത വിഷമം തോന്നി. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ വന്നിട്ട് അത് മുഴുവനും ഒഴിവാക്കി നമുക്ക് സദസ്സ് നല്ല ഭംഗിയാക്കി തന്നു. അർഹമുർ റഹീമായ റബ്ബേ, ആ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ പരിപാടിക്ക് സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. ഒരാൾ മർക്കസിലേക്ക് 500 ഉറുപ്പിക കൊടുത്തയച്ചിട്ടുണ്ട്. അവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫ നൽകണേ റഹ്മാനെ. ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമക്ക് നീ നല്ല സിഹത്തും ആരോഗ്യവും നൽകണം റഹ്മാനെ. താജുൽ ഉലമയുടെ താജുൽ ഉലമയുടെ പ്രതിനിധിയായി അവിടുത്തെ മൂത്ത മകൻ വന്നിട്ടുണ്ട്. അല്ലാഹു തആല അവിടെ തങ്ങളവർക്ക് ഇവിടെയുണ്ട്. അവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. താജുൽ ഉലമക്ക് അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉലമാക്കൾക്ക് മുഴുവനും അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ CK അഹമ്മദ് കുട്ടി ഹാജി, അദ്ദേഹത്തിന് അസുഖമുണ്ട്. അല്ലാഹുവേ, നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ സുന്നത്ത് ജമാഅത്ത് ഈ പൂനൂരിൽ നിലനിർത്താൻ അധ്വാനിച്ച ഒരുപാട് ആളുണ്ട്. നേരത്തെ ചരിത്രം പറഞ്ഞല്ലോ നമ്മളെ മുഹമ്മദ് അലി സഖാഫി, അദ്ദേഹം കേട്ടിട്ടുള്ളതാണ്. ഞാൻ ചരിത്രം തന്നെ നന്നായിട്ട് ഞാൻ നേരത്തെ തന്നെ അനുഭവപ്പെട്ട ആളാണ്. ഇവിടെ 1974 ഞാൻ വന്ന് വന്ന് ദിവസം ഒടുക്കി കുറഞ്ഞു കഴിഞ്ഞപ്പോഴാ പിന്നെ ഇവിടെ അങ്ങനെ തുടങ്ങിയത്. പല തുടക്കങ്ങളുണ്ടായി. അതിൽ നമ്മളെ KP ഹാജി വളരെയധികം നമ്മളെ സഹായിച്ചു. അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകട്ടെ. KP ഹാജിയുടെ പീടികന്റെ മുകളിൽ സുന്നത്ത് ജമാഅത്തിന് സ്ഥലം തന്നു. അവിടുത്തെ വാദപ്രതിവാദം തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മറ്റേ RPയുടെ വീട്ടിന്റെ മുകളിൽ ഈ പെട്രോൾ ബോക്സ് മാത്രം കത്തിക്കുന്നു, വേറെ ആരും ഉണ്ടായില്ല. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ MK ഇബ്രാഹിം ഹാജി, MK ബീരാൻ ഹാജി